കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകൾ ഇപ്പോൾ ലൈഫ് ടിപ്സ് തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഖാൻ കരിക്കോട്. സാങ്കേതിക സഹായം ബോണി ജെ ബേസിൽ. ലൈഫ് ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഖാൻ കരിക്കോട്. വിജയം വരിക്കാൻ 3 വഴികളെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. പലരും ജീവിതത്തിൽ സന്തോഷവാന്മാരല്ല, സംതൃപ്തരുമല്ല. തൻ്റേതായ ഒരു വിജയവും നേടാൻ അവർക്ക് കഴിയാതെ പോകുന്നു. അതാണ് പലരെയും നിരാശ പിടിപെടാൻ ഇടയാക്കുന്നത്. എന്തും ഏതും നേടിയെടുക്കുവാനുള്ള കഴിവുകൾ നമ്മിലുണ്ടെന്ന് തിരിച്ചറിയാതെ നാം അലയുകയാണ്. നിധി അന്വേഷിച്ച് അലയുന്ന പോലെ. നിധി നമ്മിൽ തന്നെ ഉണ്ട്, പുറത്തെടുക്കണം. അതെങ്ങനെയെന്ന് അറിയുകയുമില്ല. പുറത്തെടുക്കണമെങ്കിൽ നിക്ഷേപം നടത്തണം. നിങ്ങളിൽ തന്നെ നിക്ഷേപമോ? സംശയം വേണ്ട, നിങ്ങളിൽ തന്നെ. അങ്ങനെ ചെയ്താൽ 1/3 സമയം കൊണ്ട് ലക്ഷ്യത്തിലെത്താം. നിക്ഷേപം നടത്തേണ്ടത് മനസ്സിലാണ്. അതിന് ചില വഴികളുണ്ട്. സെൽഫ് എഡ്യൂക്കേഷനാണ് പ്രധാനം. ഇന്ന് അതിൽ 3 കാര്യങ്ങൾ പറയാം. നിങ്ങളേറെ പഠിച്ചിട്ടുള്ള ആളാണ്, ഉന്നത ബിരുദങ്ങൾ കരസ്ഥമാക്കിയിട്ടുമുണ്ടാകാം, നല്ലത് തന്നെ. ഇനി എന്ത് പഠനമെന്നും സംശയമുണ്ടാകാം. ഞാൻ പറയും, വായിച്ചതും പഠിച്ചതുമെല്ലാം അറിവുകളെ ആയിട്ടുള്ളൂ. അത് പ്രവൃത്തിപഥത്തിലെത്തണമെങ്കിൽ സ്വയം പഠനം ആവശ്യം തന്നെയാണ്. അതിനെന്താണ് വഴി എന്നും നിങ്ങൾ ചോദിച്ചേക്കാം. പ്രതിസന്ധികളെ അതിജീവിച്ച് വിജയം വരിച്ചവരുടെ അനുഭവ കഥകളുണ്ട്, മോട്ടിവേഷൻ വീഡിയോകളുണ്ട്, കൂടാതെ പരിശീലന പരിപാടികളുണ്ട്. ഒരു പുസ്തകം വായിക്കുമ്പോൾ അതിൽ നിന്ന് നമ്മെ ത്രസിപ്പിക്കുന്ന, ചിന്തിപ്പിക്കുന്ന, മനസ്സിൽ തങ്ങി നിൽക്കുന്ന ആശയങ്ങളുണ്ടാകും. അത് നമ്മെ പ്രചോദിപ്പിച്ചുകൊണ്ടേയിരിക്കും. ചില പുസ്തകങ്ങളെക്കുറിച്ച് പറയട്ടെ. ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ, തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്. ഈ പുസ്തകം ഗാന്ധിജിയെപ്പോലും സ്വാധീനിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഇങ്ങനെ ഏറെ പ്രചോദനം നൽകുന്ന പുസ്തകങ്ങളുമുണ്ട്. നിങ്ങളുടെ ബലഹീനതകളെ കണ്ടെത്തുവാനും കരുത്തു കൂട്ടുവാനും ടെക്നിക്കുകൾ അതിൽ നിന്നെല്ലാം ലഭിക്കും. ഒരു കാര്യം പറയട്ടെ, ഒറ്റത്തവണ വായന കൊണ്ട് ഇതൊന്നും കിട്ടിയെന്ന് വരില്ല. ഒന്നിലേറെ തവണ വായിക്കുമ്പോഴേ അതിലെ ആശയം പ്രായോഗികമാക്കുവാനുള്ള വഴി തെളിഞ്ഞു വരൂ. ഒരു ദിവസം കുറച്ച് സമയം വായനയ്ക്കായി മാറ്റിവെക്കുക. പുസ്തകങ്ങളുടെ രത്ന ചുരുക്കം മാത്രം നൽകുന്ന ആപ്പുകൾ വരെ ഇന്നുണ്ട്. ഇങ്ങനെയൊക്കെ ആകുന്നതോടെ നിങ്ങൾ ആ മേഖലയിലെ മിടുക്കനാകും. ബിസിനസ്സുകാരനെങ്കിൽ പുതിയ അറിവുകൾ വെച്ച് നിങ്ങളുടെ സെയിൽസ് ഇരട്ടിയാക്കുവാനും കഴിയും. അത് വലിയൊരു മാറ്റമല്ലേ? അത് വലിയൊരു നിക്ഷേപത്തിന് സമമല്ലേ? ചിലർക്ക് പുസ്തകങ്ങളിൽ നിന്ന് കിട്ടിയ അറിവ് പ്രാവർത്തികമാക്കാനൊന്നും ഉള്ള കഴിവില്ല. അത് പരീക്ഷിച്ച് നടപ്പിൽ വരുത്തുവാനുള്ള ക്ഷമയും കാണില്ല. അതിനുള്ള വഴി പരിശീലനങ്ങളാണ്. പരിശീലനൻ കഴിവുള്ളയാളാണ്. പരിശീലനം നൽകുന്ന വ്യക്തി ആ മേഖലയിൽ അനുഭവ സമ്പത്തുള്ള ആളാവുമാണ്. പുസ്തകങ്ങളിൽ സിദ്ധാന്തപരമെങ്കിൽ അതെല്ലാം പരിശീലനത്തിലൂടെ എങ്ങനെ പ്രായോഗികതയിലെത്തിക്കൊണ്ടുവരാമെന്നും അറിയാൻ കഴിയും. സംശയ നിവാരണത്തിനും കഴിയും. മറ്റൊരു മെച്ചം, ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരെ നേരിട്ട് കാണാനും അവരിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുവാനും കഴിയും. മൂന്നാമതായി, ഒരു മെന്ററെ കണ്ടെത്തുക എന്നതാണ്. മെന്റർ ആരാണ്? നിങ്ങളുടെ കഴിവുകളെ നിങ്ങളെക്കാൾ കൂടുതലായി കാണാൻ കഴിയുകയും നേരായ ദിശയിൽ നയിക്കാനും കഴിവുള്ളയാളാണ് ഈ മെന്റർ. വിജയത്തിന്റെ വഴി ചൂണ്ടിക്കാണിക്കുവാൻ പ്രത്യേകമായ കഴിവ് അദ്ദേഹത്തിനുണ്ടാവും. നല്ല മെന്ററുടെ സഹായമുണ്ടെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യത്തിലെത്താൻ 10 വർഷം വേണമെങ്കിൽ അത് 5 വർഷമായി ചുരുങ്ങും. ഏതൊരാളുടെ വിജയത്തിന്റെ പിന്നിലും ഒരു മെന്റർ ഉണ്ടാകും. നാം അറിയപ്പെടുന്നത് മെന്റർ എന്ന പേരിൽ ആയിരിക്കില്ല എന്ന് മാത്രം. കൂടുതൽ ഇതേക്കുറിച്ചൊക്കെ പറയേണ്ടതുണ്ട്, മറ്റൊരവസരത്തിലാകട്ടെ. നിങ്ങൾ ഇതുവരെ കേട്ടത് ലൈഫ് ടിപ്സ് തയ്യാറാക്കി അവതരിപ്പിച്ചത് ഖാൻ കരിക്കോട്. സാങ്കേതിക സഹായം ബോണി ജെ ബേസിൽ.